ഹായ് സ്റ്റുഡൻസ്, നമ്മളെ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മോഡൽ ലോസ് ഓർ സിമിലാരിറ്റി ലോസ് എന്ന് പറയും. എന്താണ് ഈ മോഡൽ ലോസ് അല്ലെങ്കിൽ സിമിലാരിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മോഡൽ ടെസ്റ്റിംഗ് നടത്തി അല്ലേ, മോഡൽ ടെസ്റ്റിംഗ് പഠിച്ചു, ടെസ്റ്റിംഗ് ഓഫ് മോഡൽസ് പഠിച്ചു. അതിലെന്താ ചെയ്തത്, നമ്മൾ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, ആ പ്രോട്ടോടൈപ്പിന് സാമ്യമായിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കി, പ്രോട്ടോടൈപ്പിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി, അതിൽ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, പ്രോട്ടോടൈപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു ലോ ആണ് ഇത്, ഈ മോഡൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനു വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, ഈ മോഡൽ ലോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഇത്, ഡൈനാമിക് സിമിലാരിറ്റി പ്രിൻസിപ്പിൾ. അത് നമ്മൾ സിമിലാരിറ്റീസിൽ പഠിച്ചില്ല, ഡൈനാമിക് സിമിലാരിറ്റി. ഈ ഡൈനാമിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പിൽ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് ഫോഴ്സസ് അല്ലേ, ഡൈനാമിക് സിമിലാരിറ്റി വരുന്ന ഫോഴ്സസ് റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് ഫോഴ്സസ് അറ്റ് ദ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഇൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിൽ പറയണത്, ഡൈനാമിക് സിമിലാരിറ്റിയിൽ പറയണത്, ബിറ്റ്വീൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഷുഡ് ബി സെയിം ഫോർ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് എന്നാണ്. ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് റെയ്നോൾഡ്സ് നമ്പർ, വെബർ നമ്പർ, ഫ്രോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് സെയിം ആയിരിക്കണം ഏതിലും, മോഡലിലും പ്രോട്ടോടൈപ്പിലും എന്ന് പറയുന്നത്. പക്ഷേ അത് ആ ഒരു കണ്ടീഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ. ഈ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് മോഡലിലും പ്രോട്ടോടൈപ്പിലും സിമിലർ ആവണം എന്ന് പറയുന്നത്, അതായത് എല്ലാ ഡയമെൻഷൻലെസ് നമ്പേഴ്സും സിമിലർ ആവണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ മോഡൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് ഫോഴ്സാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മോർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ഫ്ലോ സിറ്റുവേഷനിൽ, അതിനെ ബേസ് ചെയ്തിട്ട് ലോസ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് ഈ മോഡൽ ലോസ് എന്ന് പറയുന്നത്. അതായത് ദ ലോസ് ഓൺ വിച്ച് ദ മോഡൽസ് ആർ ഡിസൈൻഡ് ഫോർ ഡൈനാമിക് സിമിലാരിറ്റി ആർ കോൾഡ് മോഡൽ ലോസ് ഓർ സിമിലാരിറ്റി ലോസ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കുള്ള ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ഉണ്ട്. ആ ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ അവിടെ വിസ്കസ് ഫോഴ്സാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണ നമ്പർ എന്ന് പറഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യേണ്ട മോഡൽ ലോ എന്ന് പറഞ്ഞാൽ റെയ്നോൾഡ്സ് മോഡൽ ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണ് ആവശ്യമായിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ട് ഉള്ള ലോസ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ പറഞ്ഞ ഡിഫിക്കൽട്ടി കൊണ്ടാണ്, എന്താണ്, എല്ലാ ഡയമെൻഷൻലെസ് നമ്പേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, അത് മോഡലിലും പ്രോട്ടോടൈപ്പിലും ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഏതാണോ നമുക്ക് കൊണ്ട് മോഡൽസ് ആർ ഡിസൈൻഡ് ഓൺ ദ ബേസ് ഓഫ് ദ ഫോഴ്സ് വിച്ച് ഈസ് മോർ സിഗ്നിഫിക്കൻ്റ് ഇൻ ദ ഫ്ലോ സിറ്റുവേഷൻ. ആ ഫ്ലോ സിറ്റുവേഷനിൽ ഏത് ഫോഴ്സാണോ മോർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത ലോസാണ് റെയ്നോൾഡ്സ് ലോ, ഫ്രോഡ്സ് ലോ, ഓളേഴ്സ് ലോ, വെബേഴ്സ് ലോ, മാക് ലോ എന്ന് പറഞ്ഞാൽ. അതിൽ ആദ്യത്തേതാണ് റെയ്നോൾഡ്സ് മോഡൽ ലോ. റെയ്നോൾഡ്സ് മോഡൽ ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാം, ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ റെയ്നോൾഡ്സ് ലോയിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, Reynolds model law states that Reynolds number of the model must be equal to the Reynolds number of the prototype. നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. റെയ്നോൾഡ്സ് മോഡൽ ലോ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എഴുതുക, ബാക്കി ഇക്വേഷൻ എഴുതുക. അല്ലാണ്ട് ഈ തിയറി ഒന്നും എഴുതാണ്ട്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ റെയ്നോൾഡ്സ് മോഡൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് റെയ്നോൾഡ്സ് നമ്പർ ഓഫ് ദ മോഡൽ മസ്റ്റ് ബി ഈക്വൽ ടു ദ റെയ്നോൾഡ്സ് നമ്പർ ഓഫ് ദ പ്രോട്ടോടൈപ്പ്. അതായത് മോഡലിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ ഈക്വൽ ആയിരിക്കണം എന്തിന്, പ്രോട്ടോടൈപ്പിലുള്ള റെയ്നോൾഡ്സ് നമ്പർ, അത് മാത്രം ഈക്വൽ ആയാൽ മതി. അപ്പോൾ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാം, റോ വി എൽ ബൈ മ്യൂ എന്നാണെന്ന് അറിയാം. അപ്പോൾ റോ വി എൽ ബൈ മ്യൂ സഫിക്സിൽ എം എന്നിട്ടുണ്ട്, എം റെപ്രസെൻറ്റ്സ് ഫോർ മോഡൽ വിച്ച് ഈസ് ഈക്വൽ ടു റോ വി എൽ ബൈ മ്യൂ സഫിക്സിൽ പി എന്നിട്ടുണ്ട്, പി റെപ്രസെൻറ്റ്സ് ഫോർ പ്രോട്ടോടൈപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെല്ലാത്തിലും മോഡൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ റോ എം വി എം എൽ എം ബൈ മ്യൂ എം വിച്ച് ഈസ് ഈക്വൽ ടു റോ പി വി പി എൽ പി ബൈ മ്യൂ പി ഇതാണ്. എന്നിട്ട് ഈ എല്ലാ ടേമിനും ഒരു സൈഡ് കൊണ്ടുവരികയാണ്. അതായത് റോയുടെ ടേം റോൻ്റെ കൂടെ, റേഷ്യോയുടെ ടേബിൾ അല്ലേ, അതല്ലേ പറഞ്ഞു, ഫോഴ്സിൻ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണെന്നല്ലേ പറഞ്ഞു. അപ്പോൾ റോ പി ബൈ റോ എം ഇൻറ്റു വി പി ബൈ റോ എമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോയി, റോ പി ബൈ റോ എം ഇൻറ്റു വി പി ബൈ വി എം ഇൻറ്റു എൽ പി ബൈ എൽ എം ഇൻറ്റു വി ക്യാൻ റൈറ്റ് 1 ബൈ വി പി ബൈ മ്യൂ എം ഈക്വൽ ടു 1 എന്ന് എഴുതാം ആസ് പെർ ദ ലോ. അപ്പോൾ ഈ റോ പി ബൈ റോ എം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി റേഷ്യോ അല്ലേ, അതിനെ ഡെൻസിറ്റി സ്കെയിൽ റേഷ്യോ എന്ന് പറയാം, റോ ആർ എന്ന് പറയും. അതേപോലെ വി പി ബൈ വി എം എന്ന് പറഞ്ഞാൽ വി ആർ എന്ന് പറയും, വെലോസിറ്റി സ്കെയിൽ റേഷ്യോ. എൽ പി ബൈ എൽ എം എന്ന് പറഞ്ഞാൽ എൽ ആർ ലീനിയർ ഡയമെൻഷൻ സ്കെയിൽ റേഷ്യോ. വി പി ബൈ മ്യൂ എം എന്ന് പറഞ്ഞാൽ മ്യൂ ആർ വിസ്കോസിറ്റി സ്കെയിൽ റേഷ്യോ. അതുകൊണ്ട് തന്നെ റോ ആർ നമുക്ക് ഇങ്ങനെ എഴുതാം, റോ ആർ വി ആർ എൽ ആർ ബൈ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതാം. ഓക്കെ,
ഇനി ഇവിടെ നോക്കുക, നമ്മൾ റെയ്നോൾഡ്സ് നമ്പറിൽ പറഞ്ഞ സിഗ്നിഫിക്കൻസിലില്ല ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റെയ്നോൾഡ്സ് മോഡൽ ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എഴുതണം. റെയ്നോൾഡ്സ് മോഡൽ ലോ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ദോസ് പ്രോബ്ലംസ് വേർ ദ വിസ്കസ് ഫോഴ്സ് എലോൺ ഈസ് പ്രിഡോമിനൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. വിസ്കസ് ഫോഴ്സ് എലോൺ ഈസ് പ്രിഡോമിനൻറ്റ്. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് അതും നിങ്ങൾ എഴുതണം. അതിനുള്ള കാരണം പ്രോബ്ലം ചോദിക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഈ വിസ്കസ് ഫോഴ്സ് പ്രിഡോമിനൻ്റ് ആണ് എന്നുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അത് ബേസ് ചെയ്ത് വേണം നമ്മൾ ഈ റെയ്നോൾഡ്സ് ലോ ഏത് ലോ ആണെന്ന് ചൂസ് ചെയ്യേണ്ടത്. വിസ്കസ് ഫോഴ്സ് ആണ് പ്രിഡോമിനൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ റെയ്നോൾഡ്സ് ലോൻ്റെ ഇക്വേഷൻ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ക്ലോസ്ഡ് പൈപ്പ്, ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പിലുള്ള ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ, മോഷൻ ഓഫ് സബ്മെറൈൻ ഫുള്ളി സബ്മേർജ്ഡ് ഇൻ വാട്ടർ. ഫുള്ളി സബ്മേർജ്ഡ് ആയിട്ടുള്ള വാട്ടറിലുള്ള സബ്മെറൈൻസിൻ്റെ, അതായത് വെള്ളത്തിനടിയിലൂടെ പോണത് സബ്മെറൈൻ്റെ മോഷൻ, ഫ്ലോ അറൗണ്ട് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഇമേഴ്സ്ഡ് കംപ്ലീറ്റ്ലി അണ്ടർ മൂവിങ് വാട്ടർ. ഹൈഡ്രോളിക് സ്ട്രക്ചർ നമ്മൾ മൂവിങ് വാട്ടറിൻ്റെ അടിയിൽ ഫുള്ളി ഇമേഴ്സ് ചെയ്തിട്ടുള്ള അവിടെ ഉണ്ടാവണ ഈ ഹൈഡ്രോളിക് സ്ട്രക്ചറിൻ്റെ ഓവർലോഡ് ഉണ്ടാവണ ഫ്ലോ. റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ എയറോപ്ലെയിൻസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. എയറോപ്ലെയിൻസും ഓട്ടോമൊബൈൽസും എക്സ്പീരിയൻസിന് റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് ഇത് ഈ റെയ്നോൾഡ്സ് മോഡൽ ലോൻ്റെ അണ്ടറിൽ വരുന്നത്. അതേപോലെയാണ് ഫ്രോഡ് മോഡൽ ലോ. ഫ്രോഡ് മോഡൽ ലോ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ഇവിടെ നമ്മൾ എന്താണ് ഫ്രോഡ് നമ്പർ ഓഫ് ഫോർ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയണത് ഫ്രോഡ് മോഡൽ ലോ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അവിടെ എന്താണ് ഗ്രാവിറ്റി ഫോഴ്സാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫ്രോഡ് മോഡൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫ്രോഡ് നമ്പർ ഓഫ് ദ മോഡൽ മസ്റ്റ് ബി ഈക്വൽ ടു ദ ഫ്രോഡ് നമ്പർ ഓഫ് ദ പ്രോട്ടോടൈപ്പ്. അത് അങ്ങനെയാണ്. അപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സാണ് അവിടെ നമുക്ക് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മാത്തമാറ്റിക്കൽ എഴുതുമ്പോൾ ഫ്രോഡ് നമ്പർ ഓഫ് മോഡൽ ഈക്വൽ ടു ഫ്രോഡ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്, ദാറ്റ് ഈസ് FR ഓഫ് P ഈക്വൽ ടു FR ഓഫ് M. ഫ്രോഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/√GL ആണ്. ഇപ്പോൾ V/√GL ഓഫ് P ഈക്വൽ ടു V/√GL ഓഫ് M. അപ്പോൾ ഇത് VP/√GP/LP ഈക്വൽ ടു VM/√GM. എല്ലാം നമ്മളിതിൽ ഗ്രാവിറ്റി സെയിം ആണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഗ്രാവിറ്റി മാറ്റാം. അപ്പോൾ വി ക്യാൻ റൈറ്റ് VP/VM ഈക്വൽ ടു, കാരണം ഗ്രാവിറ്റി ആണല്ലോ പ്രിഡോമിനൻറ്റ്, അപ്പോൾ √LP/LM ഈക്വൽ ടു √LR എന്ന് വരും. അതാണ് LR എന്ന് പറഞ്ഞാൽ സ്കെയിൽ റേഷ്യോ ആയി അല്ലേ. അപ്പോൾ VR എന്ന് പറയുമ്പോൾ വെലോസിറ്റി സ്കെയിൽ റേഷ്യോ ആയി. ഓക്കെ, അപ്പോൾ ഈ ഫ്രോഡ് മോഡലിലോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റി ഫോഴ്സ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഫ്രോഡ് മോഡലിലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഫ്രീ സർഫസ് ഫ്ലോ സച്ച് ആസ് ഫ്ലോ ഓവർ ഓപ്പൺ ചാനൽസ്. ഓപ്പൺ ചാനലിലുള്ള ഫ്ലോ അവിടെ ഗ്രാവിറ്റി ഫോഴ്സ് ആണ് പ്രിഡോമിനൻ്റ്. സ്പിൽവേസ്, സ്ലൂയിസ്, വിയേഴ്സ്, അതായത് നോച്ചസ് ഒക്കെ. ഫ്ലോ ഓഫ് ജെറ്റ് ഫ്രം ഒറിഫേസ് ഓർ നോസിൽ. ഒറിഫേസ് നോസിൽ നിന്നുള്ള ഫ്ലോ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെന്നാണ്, ഫ്രോഡ് ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. where waves are likely to be formed on sea surface. അതുപോലെ where fluids of different densities flow over one another. അവിടെയൊക്കെയാണ് എന്ത് നമ്മൾ ഇത് ഫ്രോഡ് ലോ യൂസ് ചെയ്യേണ്ടത്. അതായത് ഏറ്റവും ഗ്രാവിറ്റി ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയയിലാണ് ഗ്രാവിറ്റി ഫോഴ്സ് ഡോമിനേറ്റ് ഏരിയയിലാണ് നമ്മൾ ഫ്രോഡ് മോഡൽ ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രോഡ് മോഡൽ ലോ തന്നെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ ടൈം സ്കെയിൽ റേഷ്യോ എന്ന് പറയുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ അറിയാം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. ഇപ്പോൾ L/V ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ, അത് പ്രോട്ടോടൈപ്പിന് മോഡലിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഫൈനൽ ആൻസർ TR, ടൈം സ്കെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ √LR എന്ന് കിട്ടും. അതേപോലെ ആക്സിലറേഷൻ സ്കെയിൽ റേഷ്യോ ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അത് പ്രോട്ടോടൈപ്പ് മോഡൽ റേഷ്യോയിൽ വെച്ച് എഴുതുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ സ്കെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക, ഇതാവശ്യമാണ്. അതുപോലെ ഡിസ്ചാർജ് സ്കെയിൽ റേഷ്യോ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അതും നമ്മൾ പ്രോട്ടോടൈപ്പും മോഡലിലും അപ്ലൈ ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡിസ്ചാർജ് സ്കെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ LR/5/2 എന്ന് കിട്ടും. സിമിലർലി ഫോഴ്സ് സ്കെയിൽ റേഷ്യോ, ഫോഴ്സ് എന്ന് അറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അത് നമ്മൾ പ്രോട്ടോടൈപ്പിൽ മോഡലിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു റേഷ്യോ കിട്ടിയിട്ട് ഫോഴ്സ് സ്കെയിൽ റേഷ്യോ FR എന്ന് പറഞ്ഞാൽ LR³ എന്ന് കിട്ടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അതുപോലെ പ്രഷർ സ്കെയിൽ റേഷ്യോ, അതുപോലെ വർക്ക് ഓർ എനർജി സ്കെയിൽ റേഷ്യോ, അതുപോലെ പവർ സ്കെയിൽ റേഷ്യോ. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്താണ് ഊളേഴ്സ് മോഡൽ ലോ. ഊളേഴ്സ് മോഡൽ ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പ്രഷർ ഗ്രേഡിയൻ്റ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ Euler's model law states that Euler number of the model must be equal to the Euler number of prototype. അതറിയാം Euler number എന്ന് പറഞ്ഞാൽ V/√P/ρ ആണ്. സോ അത് പ്രോട്ടോടൈപ്പിന് മോഡലിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ദ സെയിം ഫ്ലൂയിഡ് ഇൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്, സെയിം ഫ്ലൂയിഡ് ആണ് നമ്മൾ മോഡലിലും പ്രോട്ടോടൈപ്പിലും കൂടെ കൊടുക്കണമെങ്കിൽ അവിടെ എന്താ ഡെൻസിറ്റി
സെയിം ആയിരിക്കും. അപ്പോൾ റോ പി ഈക്വൾ ടു റോ എം എന്ന് എഴുതാം. സോ വി പി ബൈ റൂട്ട് ഓഫ് പി പി ഈക്വൾ ടു വി എം ബൈ റൂട്ട് ഓഫ് പി എം. ഇപ്പോൾ വി പി ബൈ വി എം ഈക്വൾ ടു റൂട്ട് ഓഫ് പി പി ബൈ പി എം എന്ന് എഴുതാം. അല്ലെങ്കിൽ വി പി ബൈ വി എം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സ്കെയിൽ റേഷ്യോ എന്ന് അറിയാം, പി പി ബൈ പി എം എന്ന് പറഞ്ഞാൽ പ്രഷർ സ്കെയിൽ റേഷ്യോ ആണെന്ന് അറിയാം. ഈ ഓയിലർ മോഡലിലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലംസിലാണ്. വെർ ഫ്ലോ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് ഇൻ വിച്ച് turbulence is fully developed so that the viscous force are negligible. Viscous force are negligible and also gravity force. Viscous force and gravity force negligible and surface tension force are entirely absent. Okay, viscous force illa, gravity force illa, surface tension force illa. Okay, where the phenomena of cavitation occurs. എവിടെയാണ് നമ്മൾ ഓയിലർ മോഡലിലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വെബർ മോഡലിലോ എന്ന് പറഞ്ഞാൽ അടുത്ത ലോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് നമ്മൾ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെബർ ഓഫ് മോഡൽ ഈക്വൽ ടു വെബർ ഓഫ് പ്രോട്ടോടൈപ്പ് ആണ്. ഇത് നമ്മൾ വെബർ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാം, വി ബൈ റൂട്ട് ഓഫ് റോ ബൈ സിഗ്മ ബൈ റോ എൽ ആണ്. അപ്പോൾ നമ്മളത് മോഡലിനും പ്രോട്ടോടൈപ്പിനും ഇട്ട് ഇക്വേഷൻ ഫോം ചെയ്തു. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യണത്? എവിടെയാണ് ഈ സർഫസ് ടെൻഷൻ ഫോഴ്സ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഈ വെബർ മോഡലിലോ യൂസ് ചെയ്യുക. അതിൻ്റെയാണ് ഈ കേസസ് കാപ്പിലറി റൈസ് ഇൻ നാരോ പാസേജസ്, കാപ്പിലറി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ ഓയിൽ, കാപ്പിലറി വേവ്സ് ഇൻ ചാനൽ, ഫ്ലോ ഓവർ വയേഴ്സ് ഫോർ സ്മോൾ ഹെഡ്സ്. സിമിലർലി മാക് മോഡലിലോ ഉണ്ട്. മാക് മോഡലിലോ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? എസ്പെഷ്യലി ഇൻ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ മാക് മോഡലിലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക് മോഡൽ ഈക്വൽ മാക് നമ്പർ ഓഫ് മോഡൽ ഈക്വൽ ടു മാക് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ് ആണ് അല്ലേ? മാക് നമ്പർ അറിയാം, വി ബൈ റൂട്ട് ഓഫ് കെ ബൈ റോ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് മോഡലും പ്രോട്ടോടൈപ്പിനുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് എയറോപ്ലെയിൻ ആൻഡ് പ്രൊജക്ടൈൽ ത്രൂ എയർ അറ്റ് എ സൂപ്പർസോണിക് സ്പീഡ്, ദാറ്റ് ഈസ് വെലോസിറ്റി മോർ ദാൻ വെലോസിറ്റി ഓഫ് സൗണ്ട്. സൗണ്ടിനേക്കാളും വെലോസിറ്റി കൂടുതലുള്ള സ്ഥലത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. എയറോഡൈനാമിക് ടെസ്റ്റിങ്ങിന്, അണ്ടർ വാട്ടർ ടെസ്റ്റിംഗ്, വാട്ടർ ഹാമർ പ്രോബ്ലംസ്, ഇവിടേക്കാണ് നമ്മൾ ഈ മാക് മോഡൽ യൂസ് ചെയ്യുന്നത്. മാക് മോഡൽ മെയിൻലി യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിലാണ്, ആ ഏരിയയിലാണ് വരുന്നത്. ഇതെല്ലാം എയറോപ്ലെയിന്, പ്രൊജക്ടൈൽ, എയറോഡൈനാമിക് ടെസ്റ്റിംഗ്, അണ്ടർ വാട്ടർ ടെസ്റ്റിംഗ്, വാട്ടർ ഹാമർ പ്രോബ്ലംസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ലോസ്, മോഡൽ ലോസ്. ഈ മോഡൽ ലോസും ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, തിയറി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 ലോസ് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ 5ാമത്തെ മൊഡ്യൂൾ തീർന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.